ഇതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. മെൻസ് ഹോസ്റ്റലുണ്ട്, സ്കൂളുണ്ട്, ക്യാൻറ്റീനുണ്ട്. ഫുഡ് കഴിക്കണമെങ്കിൽ ഇതിനകത്ത് തന്നെ കഴിക്കാം. പിന്നെ മെയിനായിട്ട് വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്യാം. വേറെ എങ്ങും നമുക്ക് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് കിട്ടത്തില്ല. നിങ്ങൾ ആരെങ്കിലും ഊട്ടി വരുന്നുണ്ടെങ്കിൽ ഇതൊരു കിടിലൻ സ്ഥലമാണ്. പ്ലാസ്റ്റിക്കാണ് ഗൈസ്. ഞാൻ വിചാരിച്ച ഒറിജിനലായിരിക്കും. ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. സ്ഥലത്തിൻ്റെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ നിങ്ങളെ വന്നപ്പോൾ കാണിച്ചില്ലേ, അത് ഇതിൻ്റെ അകത്താണ് കേട്ടോ. ബ്രിട്ടീഷുകാർ ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ പണിഞ്ഞ് ഈ കോട്ടേജ് കം ബ്രൂവറി എല്ലാം ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ട്രെയിൻ പിടിക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ അധികം എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കുന്നില്ല. ആദ്യം ഇവിടുന്ന് അങ്ങോട്ടുള്ള ബസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് കയറി കൂണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ട് ട്രെയിനിൽ കയറി വരണം. അതാണ് പ്ലാൻ. സജിൻ ഇതുവരെ എണീറ്റിട്ടില്ല കേട്ടോ. Come on, Dra. A few moments later. So guys, അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറാനായിട്ടുള്ള പുറപ്പാടാണ്. സമയം വളരെ കുറവാണ്. എത്രയും പെട്ടെന്നൊരു ബസ് പിടിച്ചൊക്കെ എത്താം. അതാ വെയിൽ വന്നു, അതുകൊണ്ട് ഒത്തിരി ആശ്വാസമുണ്ട്. ഫുള്ള് കിളികളുടെ സൗണ്ടാണ്. ഇവിടുന്ന് കൂണൂർ വരെ പോവാൻ ഓട്ടോയ്ക്ക് 900 രൂപ ചോദിച്ചേ. 900 rupees. ഇപ്പം നമ്മൾ ബസ് കിട്ടുന്ന അങ്ങോട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രേ ഉള്ളോ? അങ്ങനെ നമ്മൾ നടന്ന് ബസ് കിട്ടുന്ന അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. തമിഴ് വായിക്കുന്നതിന് എല്ലാ ബസ്സും അതുവഴി പോകുന്നല്ലേ പറഞ്ഞേ. അങ്ങനെ അതാ ബസ് വരുന്നുണ്ട്. അതാ കയറ്റി ഇറക്കും, മാറിയില്ലേ. മൂന്ന് പേർക്ക് കൂടെ 60 രൂപയാണ് കേട്ടോ. ഭയങ്കര ബ്ലോക്കാണ്. നമ്മളവിടെ സമയത്ത് എത്തുമെന്നൊരു ഉറപ്പുമില്ല. റോഡ് സൈഡ് ഇത് ഒന്നാമത്തെ കാര്യം, റോഡ് ഭയങ്കര ചെറുതാണ്. പിന്നെ 2 സൈഡിലും കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കാണ്. A few moments later. റെയിൽവേ സ്റ്റേഷൻ. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനെത്തി. പക്ഷേ ട്രെയിൻ മിസ്സായോ എന്നൊരു സംശയം. നിസ്സംശയമല്ല, ട്രെയിൻ മിസ്സായി. ട്രെയിൻ കിട്ടുമായിരുന്നു. സംഭവം തന്നെ അറിയാമോ, ഇവിടെ നാളെ എടുത്തിട്ട് അടുത്ത ട്രാക്കിൽ കയറി അതോ അതിപ്പോൾ എടുക്കും. അങ്ങനെ കൂണൂർ റെയിൽവേ സ്റ്റേഷൻ. ബസ് അങ്ങ് താഴെയാണ് കാശ് കൊണ്ട് നിർത്തി. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നത്. ട്രെയിനിൻ്റെ പാട്ടിന് പോയി. നമുക്കിനി അടുത്ത ട്രെയിനിൽ കയറാൻ പറ്റുമെന്ന് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു നോക്കാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അവിടെ കിടക്കുന്ന എൻജിൻ ഓൺ ആയതാണ് കേട്ടോ. ഇവിടുന്ന് ടിക്കറ്റ് കിട്ടത്തില്ല കേട്ടോ. നമുക്കിനി ആ ട്രെയിനുള്ള ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ പോയി നമുക്ക് ഓട്ടോയിലും എല്ലാം പോയി അവിടെ പോയി ഇറങ്ങാനേ പറ്റും. ഓട്ടോ പിടിച്ചു പോ. സെക്കൻഡ് ഞങ്ങൾ ഓട്ടോയിൽ കയറി ട്രെയിൻ പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ാണ് വിശ്വാസം. അടുത്ത സ്റ്റേഷൻ അവിടെ 5 കിലോമീറ്റർ അപ്പുറത്തല്ലേ? അണ്ണച്ചിനെ ഓടിക്കാന്ന് പറഞ്ഞു. സിംഗിൾ സഫാരി. നീ എവിടെ ദൂരം ഇറക്കണേ? എത്തിയാച്ചാ 1 കിലോമീറ്റർ. ട്രെയിൻ ഞങ്ങൾ ചേസ് ചെയ്യാൻ നോക്കി, പക്ഷേ ട്രെയിൻ കിട്ടിയില്ല. ട്രെയിനിന്റെ പാട്ടിന് പോയി. ആകെ ഒരു 1 മിനിറ്റ് ലേറ്റ് ആയേ ഉള്ളൂ. ഒറ്റ മിനിറ്റിൽ ട്രെയിൻ എടുത്തിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി ചേസ് ചെയ്യാൻ നോക്കി, പക്ഷേ കിട്ടിയില്ല. അടുത്ത സ്റ്റേഷനിലോട്ട് ഞങ്ങൾ ഓട്ടോ കയറി പോയി. അവിടെ നിന്നും ട്രെയിൻ മിസ്സായി. ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ചു നേരെ ആ റൂമിലോട്ട് പോയിട്ടേ
ബൈക്കും എടുത്ത് കറങ്ങാൻ ഇറങ്ങാൻ വിചാരിച്ചു. ശ്രീഗിരി ഭയങ്കര വിഷമത്തിലാണ്. ശ്രീഗിരിയുടെ സാങ്കല്പിക ട്രെയിനിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 5 മിനിറ്റ് നേരത്തെ ഇറങ്ങിയായിരുന്നു നമുക്ക് ട്രെയിൻ ബോർഡ് ചെയ്യാൻ പറ്റിയത്. അതെ, ശ്രീഗിരിയാണ് ലേറ്റ് ആക്കിയത്. രണ്ടുപേരും രാവിലെ എണീക്കത്തില്ല ഗൈസ്. നമ്മൾ ഈ ഓട്ടോയിൽ തന്നെ അങ്ങ് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് റൂം വരെ 800 രൂപ ആവുമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ 800 രൂപയ്ക്ക് 800 രൂപ അത് കൊടുത്തിട്ട് നേരെ റൂമിലോട്ട് പോവാം. എന്തായാലും ട്രെയിൻ ടിക്കറ്റിൻ്റെ പൈസ മുഞ്ചി. ഇനിയിപ്പോൾ ഒരു ചായ കുടിച്ച് കാപ്പിയൊക്കെ കുടിച്ച് നേരെ റൂമിൽ പോയി വണ്ടി എടുത്ത് കറങ്ങാനിറങ്ങാം. ഇതാ ഈ കടയിൽ പോയി ചായ കുടിച്ചിട്ട് പോവാം. അങ്ങനെ നമ്മൾ ഇഡലിയും വടയൊക്കെ ഓർഡർ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. A few moments later. അപ്പോൾ ഈ കടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചേ. ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിലോട്ട് പോകാം. കയറിക്കും. ചെറുതായിട്ടൊന്ന് ശ്രമിച്ചിട്ടുണ്ട്. അതെ, 3 വട കുത്തി കയറ്റിയപ്പോൾ ആ വിഷം അങ്ങ് പോയി. നമ്മളെ കൊണ്ടുവിട്ടിട്ട് ഓട്ടോ അതാ പോകുന്നത്. ഈ റോഡ് ഫുള്ളും ബ്ലോക്കാണ്. ഫുള്ളും ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി റൂമിലോട്ട്. ഇനി 100 മീറ്റർ അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പോൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലോട്ട് എത്തി. ഇവിടെ ഇവർക്ക് ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് M&N സിൻസ് 1942 ചോക്കോ സ്റ്റോറി എന്ന് പറഞ്ഞ കടയാണ് കേട്ടോ. എൻട്രി ടിക്കറ്റ് ഉണ്ടോ? ആണോ? ആ, म्यूजियम पक्का में आया परचेज करना म्यूजियम परचेज करना രണ്ടും. म्यूजियम पक्का 50 रुपीस एंट्री टिकट हो रहा है 1000 और गाइड पूरा वर्णन एक्सप्लेन करो हिस्ट्री ऑफ चॉकलेट बॉक्स ऑफ चॉकलेट अगर finally you can collect your compliments with your tickets, sir. This is about the history of chocolate. There is some explanation. Can I guide you, sir? Yes. I want to guide in Tamil or English, sir? English. This is the real cocoa fruit, sir. These are the cocoa beans, sir. This cocoa beans is the source of chocolate, sir. Without this cocoa beans, we cannot prepare the chocolate. ഓക്കെ, താങ്ക് യു. ഞാൻ വണ്ടിയുടെ പുറത്ത് കയറിയിടാം. അപ്പോൾ ഇവിടെ കയറാനായിട്ട് 50 രൂപ ഉള്ളൂ കേട്ടോ. 50 രൂപ കൊടുത്താൽ നമുക്കൊരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനോടെ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു തരും. പോരാത്തതിന് നമുക്കൊരു കോംപ്ലിമെൻ്ററി ചോക്ലേറ്റ് കൂടെ കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടിയത്. എങ്ങനെയുണ്ട്? എന്തിനാ പേര്? പല ടൈപ്പ് ചോക്ലേറ്റ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. വൈറ്റ് പ്ലെയിൻ, ഫ്രൂട്ട് ആൻഡ് നട്ട്, വൈറ്റ് കാഷ്യൂ. ഞങ്ങളെന്തായാലും നാളെ വാങ്ങുന്നുള്ളൂ. ഇന്ന് വാങ്ങിച്ചാൽ അത് ചീത്തയാവും. കുട്ടിയിലെ വൺ ഓഫ് ദ മെയിൻ ചോക്ലേറ്റ് ഫാക്ടറി സംഭവം. പിന്നെ 50 രൂപയുടെ ടിക്കറ്റിനകത്ത് ചോക്ലേറ്റ് സംഭവം ഇൻക്ലൂഡഡാ. ബ്രൗണി, ഡാർക്ക് ചോക്ലേറ്റ് വർത്താണ് അല്ലേ? പിന്നെ നല്ല കിട്ടുന്ന സാധനം, പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ ഞങ്ങള് ഒരു ഹോട്ട് ചോക്ലേറ്റും അതുപോലെ എന്താ പറഞ്ഞേക്കുന്നത്, കാരമലൈസ്ഡ് ലാറ്റെ. കാരമലൈസ്ഡ് ലാറ്റയും ഒരു ഹോട്ട് ചോക്ലേറ്റും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഇതാ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഉണ്ടാക്കി തരും. എങ്ങനെയുണ്ട്? മിക്സ് വേണം കുടിക്കാൻ. ഇത് ലൈവായിട്ട് കോക്കോ ബീൻസ് ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് ചെയ്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ആ ചെറിയൊരു ബിറ്റർ ടേസ്റ്റ്. പക്ഷെ ഇതാണ് ശരിക്കും നമ്മൾ കഴിക്കേണ്ടത്. ഇതാണ് ഹെൽത്തി ചോക്ലേറ്റ്. നല്ല ക്രീമി ടെക്സ്ചർ കേട്ടാ. ഹോട്ട് ചോക്ലേറ്റ് കൊള്ളാം. ഇതാണോ ഇഷ്ടപ്പെട്ടത്? അങ്ങനെ ഹോട്ട് ചോക്ലേറ്റും അല്ല കാരമലൈസ്ഡ് ലാറ്റയൊക്കെ കുടിച്ചിട്ട് അതെ നല്ല മത്ത് പിടിച്ചു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വയ്യ റൂമിലോട്ട് നടക്കുകയാണ്. പിന്നെ മറ്റേ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഹമ്മിങ് ബേർഡ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. പോകുന്ന സ്ഥലത്തിൻ്റെ പേര് പറ. ഗൂഡല്ലൂർ പോകണം. പിന്നെ ഇവിടെ അടുത്ത് ഊട്ടി ലേക്കോ അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ സംഭവങ്ങളെല്ലാം പോയി കാണണം. ഇഷ്ടംപോലെ പൂക്കളും
ഇതുവഴി നടക്കാൻ തന്നെ ഒരു പോസിറ്റീവ് വൈബല്ലേ. സജിൻ നേരത്തെ റൂമിലോട്ട് പോയി, എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. ബാത്റൂമിലാണെന്ന് തോന്നുന്നു. A few moments later. ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറി കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ തണുപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഷൂവും ചെറുതായിട്ടൊന്ന് കീറി. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം. എന്തായാലും സ്പെയർ ഒരു ചെരുപ്പ് കൊണ്ടുവന്ന് നന്നായി. സമയം ഇപ്പോൾ 12:45 കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഏത് സമയത്ത് വേണേലും ഒരു മഴ പ്രതീക്ഷിക്കാം. എന്താ ചെരുപ്പേ റിപ്പയർ പണ്ണക്ക്? ബസ് സ്റ്റോപ്പ്. ലെഫ്റ്റ് സൈഡ്. ഓ, ഷൂ റിപ്പയർ പണ്ണ്. ഓക്കെ, താങ്ക് യു അണ്ണ. ആ ഭാഗത്താണെന്നാണ് പറഞ്ഞത്. ഒന്നുകൂടെ ഒന്ന് ചോദിക്കണമല്ലോ. அக்கா இது செருப்பு இல்லையா? செருப்பு ரிப்பேர் பண்ண ஷாப்பு தெரியுமா? செருப்பு ரிப்பேர் பண்ண ஷாப்பு. செருப்புகளா? ஓ, ഫെവിക്വിക്ക് இருக்கா? ഫെവിക്വിക്ക്. സോ ഗൈസ്, നമ്മളിപ്പോൾ ഗൂഡല്ലൂർക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടുന്ന് 50 കിലോമീറ്ററോളം ഉണ്ട് ഗൂഡല്ലൂർക്ക്. അങ്ങനെ നമ്മൾ ആ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞത് ആ ഗൂഡല്ലൂർക്കുള്ള റൂട്ടിലോട്ട് വന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ. 51 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഗൂഡല്ലൂർക്ക്. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിനകത്ത് എടുക്കും നമുക്ക് അവിടെ എത്താനായിട്ട്. ഞാൻ എൻ്റെ ഷൂ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ കടകൾ നോക്കി കേട്ടോ, പക്ഷെ ഒന്നും കണ്ടില്ല. അങ്ങനെ ഞാൻ 2 ഫെവിക്വിക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ എങ്ങാനും ചെന്നിട്ട് ഞാൻ ഷൂ കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ എങ്ങാനും ചെന്നിട്ട് ഒട്ടിക്കാം. അപ്പോൾ വൈകുന്നേരം എങ്ങാനുമാണ് നമ്മൾ തിരിച്ചു വരുന്നെങ്കിൽ തണുപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ചെരുപ്പിട്ടുകൊണ്ട് ബൈക്ക് ഓടിക്കാൻ പാടായിരിക്കും. ബിൽഡിങ്ങൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ. എല്ലാം ഒരു പ്രത്യേക ഒരു ഫ്രെയിംസാണ് എല്ലാം. ആ ഫ്രെയിമൊക്കെ നോക്കുക ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ഫ്രെയിമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ പൈൻ മരങ്ങൾ ഇല കൊഴിച്ച് നിൽക്കുന്നതാണെന്ന് തോന്നുന്നത്. അതാ യുക്കാലി മരമാണോ ഏതാണെന്ന് എനിക്ക് ക്ലിയറായിട്ട് പറയാൻ പറ്റുന്നില്ല കേട്ടോ. കിട്ടില്ല വ്യൂ, ഒരു രക്ഷയില്ല. ഇതവിടെ ചെറിയൊരു കുളവും സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ താഴെ. നമ്മളങ്ങനെ ഏതോ ഒരു സ്പോട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ ചാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ കനക്കുമെങ്കിൽ നമുക്ക് പണിയാവും. എനിക്ക് തോന്നുന്നു ഈ യുക്കാലി മരത്തിൻ്റെ അകത്തോട്ടുള്ള എൻട്രൻസ് ഇവിടെയാണ് വരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ മഴ ചതിച്ചിരിക്കുകയാണ്. നമുക്കിവിടെ ഏതെങ്കിലും കടയിൽ കയറി നിൽക്കാം. അങ്ങനെ മഴ വന്നപ്പോൾ കയറി നിന്നതാണ്. ഇപ്പോൾ അതാ മഴയും പോയി ഒന്നുമില്ല. അതിൻ്റെ ഒരു ഹുഡി വാങ്ങിച്ചോണ്ടിരിക്കണം കേട്ടോ. 350 രൂപയുള്ളൂ ഈ സാധനം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ മഴ അങ്ങ് പെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും ആ വ്യൂ ഒക്കെ ഒന്ന് മാറി കേട്ടോ. ആ പച്ചപ്പൊക്കെ നന്നായിട്ട് എടുത്തറിയുന്നുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ചില ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ മഴ. അങ്ങനെ എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിട്ട് മഴയില്ല. ഇപ്പോഴത്തെ ആ മഴ പോയി. ആ ഭാഗത്തൊക്കെ മഴയായിരുന്നു. ഇനിയിപ്പോൾ മുകളിലോട്ട് കയറുമ്പം ഇടവിട്ട് നമുക്ക് മഴ കിട്ടും. മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ മഴ കനത്താൽ നമുക്ക് കയറി നിൽക്കാൻ ഇവിടെ അടുത്ത് സ്ഥലങ്ങളൊന്നുമില്ല. അതൊരു ടാസ്ക്കാണ്. ഈ സമയത്ത് ഒരു ചൂട് ചായയോ മാഗിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ സൂപ്പറായിരിക്കും. ഇത് നനഞ്ഞാലേ വെയിറ്റ് കൂടും. അതാ പറഞ്ഞേ. മഴ മാറിയിട്ട് മഴ കൂടി.
മഴക്കിടിലായിട്ട് കൂടി ഗൈസ്, ഒരു രക്ഷയില്ലാത്ത മഴ. അക്കാ മറ്റേ ചോളം ഇറക്കാം, ഒരു പ്ലേറ്റ് ചോളം. ഈ ഒരു കാലാവസ്ഥയിൽ ചൂട് ചോളവും മാഗിയും ഒരു ചായയും കൂടെ കുടിക്കാൻ സൂപ്പറായിരിക്കും. ഇപ്പോൾ മഴയൊക്കെ മാറി അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയായി. ആ പച്ചപ്പൊക്കെ നല്ലതായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ പൈനഗിരി വാട്ടർഫോൾസ് എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവാണ് കേട്ടോ. ഇവിടുന്ന് 11 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ റൂട്ട് നമ്മുടെ മൈസൂർ ബാംഗ്ലൂർ റൂട്ടും കൂടെയാണ് കേട്ടോ. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. വഴിയിലൊക്കെ സാധാരണ നമ്മൾ പശുക്കളല്ലേ കാണുന്നത്, ഇവിടെ ദാ കുതിരകളാണ്. എന്നാ നീളം അതിന്, മൈ ഗാഡ്. എനിക്ക് കൊണ്ടൊരു കുതിര, അതെ 2 കുതിര, വെള്ള കറുപ്പ് അങ്ങനെ എല്ലാ സൈസ് കുതിരയുണ്ട്. ചിരിച്ചു കാണിക്കുന്നു. ഞാൻ എൻ്റെ ഷൂ എടുത്തിട്ട് കേട്ടോ, ഞാൻ ഷൂ അവിടെ ഇരുന്ന് ഒട്ടിച്ചു. ചെരുപ്പിട്ടിട്ട് ഭയങ്കര തണുപ്പ്, ഒരു കാലിൽ കൂടെ ഒക്കെ മരവിച്ച് കയറുന്നു തണുപ്പ്. അങ്ങനെ അവിടെ ഇരുന്ന് ഷൂവും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചെടുത്തിട്ടു കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇവിടെയും മരങ്ങൾക്കിടയിൽ കൂടെ നടക്കാനുള്ള സംഭവമാണെന്ന് തോന്നുന്നു. അതാണ് ഇത്ര തിരക്ക് ഇവിടെ. വേറെ ഒന്നുമില്ല, ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കാനാണ്. ഈ ഭാഗത്തൊന്നും മഴയുമില്ല, അതാ റോഡൊക്കെ അതാ ഉണങ്ങിക്കിടക്കുന്നു. വെൻലോക്ക് ഡൗൺസ് നേച്ചർ ട്രെയിൽ. ഈ സ്ഥലം പ്രത്യേകിച്ചൊന്നുമില്ല, അതിൻ്റെ മുകളിൽ പോയാൽ എന്തോ ഒരു വ്യൂ ഉണ്ട്, അതേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. 1 മീറ്ററോളം ആയി ഇപ്പോൾ ഈ ബ്ലോക്ക്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തൊക്കെ നല്ല തിരക്കായിരിക്കും. ദൂരെ നമുക്കൊരു ഡാം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഡാം തുറന്നിട്ടിട്ടുണ്ട്. പൈക്കര വാട്ടർഫോൾസ്. 1 കിലോമീറ്ററോളം നടക്കാനുണ്ടെന്ന് തോന്നുന്നു അകത്തോട്ട്. നമുക്ക് ഇവിടുന്ന് 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒന്ന് അതാ വരുന്ന ബഗ്ഗിയില്ലേ, ബഗ്ഗിയിൽ പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ നടന്നു പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബഗ്ഗി കയറാനായിട്ട് ഒരാൾക്ക് 50 രൂപയാണ് അവിടെ ടിക്കറ്റ്. ആകെ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. ആ ക്യൂ ആണെങ്കിൽ നല്ല ക്യൂ ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു നടക്കാം. ഈ ബഗ്ഗിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആളെ കൊണ്ടുവന്ന്. ഇവിടുന്ന് 800 മീറ്ററേ ഉള്ളൂ കേട്ടോ അങ്ങോട്ട് നടക്കാനായിട്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ അല്ലേ. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ വീണ്ടും ടിക്കറ്റ് എടുക്കണം കേട്ടോ. 40 രൂപയോളം ടിക്കറ്റ് വീണ്ടും എടുത്താലേ ഇല്ലാത്തോട്ട് പോകാൻ പറ്റൂ. ഇത് കാണാനാണ് നമ്മൾ ഇത്രയും ദൂരം നടന്നു വരേണ്ടത്. ആ ഭാഗത്തൂടെ നടന്ന് നമുക്ക് അതിൻ്റെ അടുത്തോട്ടൊക്കെ പോകാം കേട്ടോ. ആ കാണുന്ന അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും നമുക്ക്. ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള ക്യൂ ആണ് ഇതായി നിൽക്കുന്നത്. നല്ല രീതിക്കുള്ള ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണണം മുകളിൽ കയറി. ഒരുപാട് ലേറ്റ് ആവടാ. അവിടെ പറയത്തക്ക വെള്ളച്ചാട്ടമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആകെ ചെറുതായിട്ടൊരു ഒരു അരുവി ഒഴുകുന്നുണ്ട്. അവിടെ കയറാൻ 40 രൂപ ടിക്കറ്റും എടുക്കണം. അപ്പോൾ ഇതിലും നല്ല സ്ഥലങ്ങൾ നമുക്കിനി പോകുന്ന വഴിക്കുണ്ട്. നമുക്ക് അവിടെയൊക്കെ കയറി കാണാം. വെറുതെ പൈസ കളഞ്ഞ് അവിടെ ഓളം വരെ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടം വരെയൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ അങ്ങോട്ട് കാണാൻ പോകുന്നത്. പക്ഷേ കാണാൻ മാത്രമായിട്ടുള്ള ഒന്നും ഇല്ല കേട്ടോ, അതാണ് സത്യം. നമുക്ക് റോഡിലുള്ള വ്യൂ തന്നെ ധാരാളമാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെയുള്ള വ്യൂ നോക്ക്. നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് നിർത്തി കാണേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ പോകുന്ന വഴിക്കുള്ള വ്യൂ തന്നെ മതി നമുക്ക് മനസ്സ് നിറയാൻ വേണ്ടിയിട്ട്.
ആ വ്യൂ ഒക്കെ നോക്കുക, ഒരു രക്ഷയിലോട്ടോ. മുകളിലോട്ടൊക്കെ തേയില കൃഷിയിലാണ്. ഒരു എന്താ പറയുക, എന്താ ഭംഗിയെന്നറിയോ, ഒരു രക്ഷയില്ല. ചെറിയൊരു അമ്പലമുണ്ട് ഇവിടെ. എവിടെ ക്യാമറ വെച്ചാലും ഫ്രെയിം, അങ്ങനത്തെ രീതിക്കുള്ള വ്യൂസാണ് കേട്ടോ. അത് നോക്ക്, ആ ചെത്തി ആ ഷേപ്പിൽ വെച്ചിരിക്കുന്നത്. ആ തേയിലയുടെ കളറുണ്ട്, ലൈറ്റ് ഗ്രീൻ കളർ. ചേച്ചിമാരൊക്കെ അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. ഒരു രക്ഷയില്ല കേട്ടോ, കിട്ടില്ല വ്യൂ. എല്ലായിടത്തും നിർത്തി പോകണമെന്നുണ്ട്, പക്ഷേ അങ്ങനെ നിർത്തി പോയാൽ നമുക്കൊരു സ്ഥലം പോലും കാണാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ സമയം 3:15. നമുക്കിനി കുറച്ച് നേരം കൂടെ നമുക്ക് ഡേ ലൈറ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് നേരം ട്രയംഫ് ഓടിക്കാം. ചെറിയ ആട്ടിൻകുട്ടികളൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഏതൊരു ചെറിയൊരു ടൗണിലോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടെ ഇഷ്ടംപോലെ നാടൻ കടകളൊക്കെ ഉണ്ട്. ഇതാ നടുവട്ടം പ്രൈമറി ഹെൽത്ത് സെൻറ്റർ. കൊള്ളാം, ചെറിയൊരു കുട്ടി ഗ്രാമം. താഴോട്ട് വലിയ രീതിക്കുള്ള കൊക്കയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ അല്ലേ ഇത്. ആ ഭാഗത്തൊക്കെ കോടയുണ്ട്. ഓടാ. ആ പാറ നിൽക്കുന്ന നോക്കുക, ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. ഗൈസ്, ഈ ഒരു ഫ്രെയിം കണ്ടോ, ഒരു രക്ഷയില്ലല്ലേ. ഒരു യു ഷേപ്പ്ഡ് കർവാണ്. അത് മറ്റേ തേയില നുള്ളുന്ന ചേച്ചിമാരാണ് കേട്ടോ. അതെല്ലാം കൂടെ ചാക്കിലാക്കി അവർ വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കാൻ തോന്നുന്നു, അതൊക്കെ കൊണ്ടുപോകാനായിട്ടേ. നല്ല ഭംഗിയുള്ള സ്ഥലം. ഇപ്പോഴാണ് നമ്മൾ തേയില ഇത് കണ്ടോ, ഇവരൊക്കെ തേയില നുള്ളിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ തേയില കൃഷിയൊക്കെ കണ്ടു തുടങ്ങിയത്. നേരത്തെ തേയില അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. എനിക്ക് RTR വെച്ച് നോക്കിയിട്ട് ഈ വണ്ടി ഇഷ്ടപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗിയറിംഗ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ 5th പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ RTRലാണെങ്കിൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് 3rd സെക്കൻഡിലോ വല്ല ഇട്ടാലേ കയറുള്ളൂ. പക്ഷേ ഇതാണെങ്കിൽ കണ്ടോ, ഒരു ജെർക്കിങ് പോലും ഇല്ല, അങ്ങനെ കയറി പോകുന്നത്. എനിക്ക് ആ ഫീച്ചർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റേതാണെങ്കിൽ നമ്മൾ ഡൗൺ ചെയ്തുള്ള സെക്കൻഡൊക്കെ ആക്കിയാലേ കയറിപ്പോവുള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഗൂഡല്ലൂർ ടൗൺ. ഭയങ്കര ബ്ലോക്കാണ് ഇവിടെയൊക്കെ. ആ ഭാഗത്തൊക്കെ കോട മൂടി കിടക്കുന്നുണ്ടോ. നമ്മൾ ഈ കടയിൽ നിന്ന് ചായയും 2-3 ബണ്ണും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. ആ തേയിലൊക്കെ നിൽക്കുന്നുണ്ടോ ആ മരങ്ങൾക്കിടയിൽ. ഇതെല്ലാം വെട്ടി നിർത്തിയേക്കുന്നതാണ് കേട്ടോ, ഈ സൂര്യപ്രകാശം കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ ഫുള്ളായിട്ട് മുറിക്കാതെ മുകളിൽ വെച്ച് മുറിച്ച് ഇപ്പോൾ അതെല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാമല്ലേ ഇത് കാണാനായിട്ട്. നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. വ്യൂ പോയിന്റ് ഉണ്ട്. എങ്കിൽ വാ. അതൊരു പഴയ ടീ ഫാക്ടറി ആണെന്ന് തോന്നുന്നല്ലേ. എല്ലാ വണ്ടികളുടെയും ചെയിൻ ഡ്രൈ ആയി കേട്ടോ. എൻ്റെയും ചെയിൻ ഡ്രൈ ആയി. നമുക്കിന്ന് ചെന്നിട്ട് ചെയിനൊന്ന് ലൂബ് ചെയ്യണം.
എടാ വ്യൂ നോക്കടാ, അത് കണ്ടോ? പക്ഷെ എൻ്റെ പൊന്നെ ആ ഒരു വ്യൂ നോക്ക് ഗൈസ്, മൈ ഗോഡ്. അത് ചിലപ്പോൾ മറ്റേ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലോ. നമുക്ക് ആ ഒരു ആകാശവും ആ ഒരു പച്ചപ്പും കൂടെ വന്നപ്പോൾ ഒരു രക്ഷയില്ലേ. ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നുന്നു. താഴെ ഫുള്ള് തേയിലയാണ് കേട്ടോ. അവിടെ ആ ഭാഗത്തായിട്ട് എന്തോ വേറെ എന്തൊക്കെയോ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്ട് എ വ്യൂ മാൻ, വാട്ട് എ വ്യൂ. നേരത്തെ കുറച്ചുകൂടെ ഓറഞ്ച് ആയിരുന്നു, ഇതിപ്പോൾ അസ്തമിച്ചു. ഇന്നത്തെ ദിവസം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്കും വലിയ പിടിയൊന്നുമില്ല. കുറേ ബൈക്ക് എടുത്ത് കറങ്ങി. മിക്കതിലും നിർത്താത്ത കാരണം ഭയങ്കര തിരക്കാണ് കേട്ടോ. എല്ലായിടത്തും ഭയങ്കര തിരക്കാണ്. വണ്ടിയൊന്നും വെക്കാൻ സ്ഥലമില്ല. എല്ലായിടത്തും ബ്ലോക്കും കാര്യങ്ങളും ഫുൾ അലമ്പും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾക്കൊരു നിർത്താനായിട്ടുള്ളൊരു വൈബ് തോന്നിയ സ്ഥലം ഇല്ലായിരുന്നു അല്ലേ. അതാണ് മെയിൻ കാരണം ഒരിടത്ത് നിർത്താതിരുന്നത്. ഇന്ന് വേറൊന്നും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് മതി. ഗൈസ്, ആ കാണുന്ന പച്ചപ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ക്യാരറ്റാണ് കേട്ടോ. അതിനെ പറ്റി ഒരു രക്ഷയില്ല. പക്ഷേ മെയിൻ വ്യൂ പോയിന്റിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ തിരക്കാണ്. എല്ലായിടത്തും തിരക്കാണ്. കാറി വരുന്നവരൊക്കെ പെട്ട് കിടക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് ഏകദേശം 2-3 കിലോമീറ്റർ നീണ്ടു നിന്ന ഒരു ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ബൈക്ക് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞങ്ങൾ കയറി പോയത്. ഊട്ടിയിൽ വന്നാൽ പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഓടിച്ച് നടന്നാൽ മതി, ഒരിടത്തും നിർത്താൻ തോന്നത്തില്ല. ഇങ്ങനെ പോകുമ്പോൾ ഉള്ള വ്യൂ കണ്ട് പോകാൻ തന്നെ എന്താ ഭംഗിയെന്നറിയോ. പൊന്നി തേയിലയാണ് കേട്ടോ. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു തരം തേയില. കയറാൻ പറ്റത്തില്ലേ? കൊച്ചിറക്കിന് 20 രൂപ കൊടുക്കണോ? നിൻമുഖം സന്ധ്യയിൽ പൂവ് പോലെ സുന്ദരം, മുഴങ്കുഴൽ പാട്ടുപോൽ നിൻ സ്വരം മനോഹരം, ആദ്യമായി കണ്ട போட்டோ எடுக்கறாங்களே எங்க கேமரால அவங்க பைசா என்ட்ரிக்கு தனி ஃபீஸ் தான், போட்டோக்கு தனி ஃபீஸ் தான். என்ட்ரிக்கு ஃபீஸ்டா கொறறா? நான் യൂട്യൂബറാ. நான் என்ட்ரி ஃபீஸ் 20 rupees സിംഗിൾ പേഴ്സൺ. ഇത് ഇവന്റെ സ്ഥലമാണോ? ചെറുക്കൻ നേടുന്നുണ്ട് കേട്ടോ. യൂട്യൂബ് ചാനൽ പേരാണ് സോൾ വണ്ടറർ. തമിഴ്നാട്, കർണാടക, കേരള. എന്റെ പേരണ പവലരസൻ. നല്ല പേര്. പോയിട്ട് വരട്ടാ ആയിട്ട്. ചുവന്ന മരുഭൂമി അതിന്റെ മുകളിലാടോ. അപ്പൊ നമ്മൾ 20 രൂപ കൊടുത്തിട്ട് കയറി വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല ഇളം പച്ച കളർ തേയില. സുഗന്ധിയാം സുവർണ സന്ധ്യയിൽ വരൂ പ്രിയേ വിലോല ചന്ദ്രികേ, വരൂ കിനാവിലൻ പ്രിയ വിലാസലോലയായി, വസന്തം എത്ര സുന്ദരോ. ഇവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പം ചെറുക്കയില്ലടാ. ചെറുക്കെന്താ ഇരുട്ട് വീണപ്പോൾ വീട്ടിൽ പോയി കേട്ടോ. സോ ഗൈസ്, ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി റൂമിലോട്ട് പോവാം. One eternity later. നമ്മൾ വഴി തെറ്റിയിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ് കേട്ടോ. ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന വഴി എന്തോ കയറി പോയതാണ്. ഇപ്പോൾ എങ്ങോട്ടാണെന്ന് അറിഞ്ഞൂടെ പോകുന്നത്. എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറേ ഇങ്ങനെ ഉള്ളിലോട്ട് വന്നു. ഇതിപ്പോൾ ഒരു കാട്ട് വഴിയാണ്, ഫുൾ കാടാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഭയങ്കര കാടാണ്. ഞങ്ങൾ ആദ്യം ഏതോ ഒരു ഗ്രാമത്തിലോട്ടൊക്കെ ചെന്ന് കയറി കേട്ടോ. പിന്നെ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു തന്നതാണ് ഈ വഴി. എങ്ങോട്ടാണ് ഇത് എത്തുന്നതെന്ന് ഒരു പിടിയില്ല. വാട്ടർ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. ചിക്കൻ റൈസ്, എഗ് റൈസ്, നൂഡിൽസ്, പൊറോട്ട, ചപ്പാത്തി, കൊത്തു പൊറോട്ട. എന്താ വേണ്ടേ? ഫുഡ് കഴിച്ചിട്ട് വേണമെങ്കിൽ. A few moments later. ഈ ഹോട്ടൽ നോക്ക് ഗൈസ്, നല്ല രസമുണ്ടല്ലേ. ബോളിവുഡ് അഡ്ഡ. നമ്മള് ജയ്പൂരിലെ പാലസ് ഒക്കെ കാണുന്ന ഒരു മോഡല്. എല്ലാ വിൻഡോസും ഉണ്ട്. എത്ര വിൻഡോസ് ഉണ്ട്. എനിക്ക് ഇവിടെ എങ്ങനെ ബുക്ക് ചെയ്താൽ പോലെ. പൈസ ഇല്ല, പക്ഷെ ആഗ്രഹങ്ങൾ എന്താ പറയുക, അടച്ചു എടുക്കാനുള്ളതല്ല. അത് നമുക്ക്
യാഥാർത്ഥ്യമാക്കണം. എപ്പോൾ വേണേലും നമ്മൾ വടിയാവും. ഇപ്പൊ നീ നടക്കുമ്പോൾ ഈ പെട്ടെന്ന് ഈ ഭൂമി പൊളന്ന് നീ താഴോട്ട് പോയി എന്ത് ചെയ്യും? സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ്. സമയം 8 മണിയായി. അങ്ങനെ നമ്മൾ റൂമിലോട്ട് എത്തിയിരിക്കുകയാണ്. അയ്യോ, അങ്ങനെ റൂമെത്തി. A few moments later. സമയം ഇപ്പോൾ 10:30 കേട്ടോ. ഞങ്ങൾ പുറത്തൊക്കെ പോയി ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിച്ച് സജിനൊരു ഇത് വാങ്ങിക്കണമായിരുന്നു, ഹുഡി. അങ്ങനെ അത് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഒരു ഹുഡിയൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ. ക്യാമറ എടുത്തില്ല, കാരണം അതിനൊന്നും ചാർജ് ഇല്ലായിരുന്നു. എല്ലാം ചാർജ് ചെയ്യാനിട്ടിട്ട് ആയിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ ഇന്നത്തെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് വണ്ടി ഓടിപ്പും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാണാൻ വേണ്ടി മാത്രം ഒന്നും ഇല്ലായിരുന്നല്ലേ ഇന്ന്. ഒന്നാമത്തെ കാര്യം എല്ലായിടത്തും ഭയങ്കര തിരക്കാണ്. പിന്നെ ഭയങ്കര ഇടിയും ബഹളവുമാണ്, ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ പിന്നെ അധികം ഒരിടത്തും ഇറങ്ങാതിരുന്നത്. പക്ഷേ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ കാണാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾ കണ്ട് എൻജോയ് ചെയ്ത്. മെയിനായിട്ട് ഇവിടെ ഉള്ളത് ഈ ക്ലൈമറ്റാണ്, നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ലാത്ത കാണുന്നത്. ഞാൻ 2 ഹുഡിയൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഓൾറെഡി കിടക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഒരുത്തൻ ദാ വെളിയിൽ നിൽപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. സജിനെങ്കിൽ വാ, പുതിയ ഹുഡി കാണിച്ചു കൊടുക്കും. ഇതാണ് ഞങ്ങൾ പാതിരാത്രി ഇപ്പോൾ പോയി വാങ്ങിച്ച ഹുഡി കേട്ടോ. നല്ല കളറല്ലേ. 800 പറഞ്ഞു, ഞങ്ങൾ 700 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പോൾ നാളത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞു ശ്രീകു? നാളെ രാവിലെ സ്ഥലങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ദൊഡ്ഡപേട്ട പീക്ക്. ദൊഡ്ഡപേട്ടയോ? ദൊഡ്ഡപേട്ട. അവിടെ പോവാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു ലേക്ക്, ഊട്ടിയിലേക്കല്ല, എമറാൾഡ് ലേക്ക് എന്നുള്ള ലേക്കുണ്ട്. അവിടെ അത്യാവശ്യം നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നമ്മളിങ്ങനെ റീൽസ് ഒക്കെ കണ്ടായിരുന്നു. രണ്ടുപേരും ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നാളെ ഇവിടുന്ന് ചെക്കൗട്ട് അല്ലേ രാവിലെ? അത് കണ്ട് കവർ ചെയ്തിട്ട് നമുക്ക് വന്നിട്ട് ചെക്കൗട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നാളെ നേരെ പാലക്കാട്. ഉച്ച കഴിയുമ്പോഴത്തേക്കും പാലക്കാട് പിടിക്കാനുള്ള പരിപാടിയാണ്. പാലക്കാട് കൂടെ നാളെ പാലക്കാടായിരിക്കും കേട്ടോ സ്റ്റേ. സോ അതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോ. പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഓരോ റൈഡും കിടിലമായിരുന്നു. ഓരോരോ സ്ഥലങ്ങൾ കണ്ടു, കുറേ ഫോട്ടോസ് എടുത്തു. അങ്ങനെ നല്ലൊരു ഡേ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. സോ ദിസ് ഇസ് മീ സോൾവാണ്ടർ സൈനിങ് ഓഫ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.